നമസ്കാരം ഫ്രണ്ട്സ്. അമേരിക്കയിൽ 2024 ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കേട്ടുവന്നൊരു വിഷയമായിരുന്നു ഇലീഗൽ ഇമിഗ്രൻസിൻ്റെ ഡിപ്പോർട്ടേഷൻ. ബൈഡനും ട്രംപും JD വാൻസും എല്ലാ പൊതുവേദികളും ഇതിനെപ്പറ്റി നല്ലപോലെ പ്രസംഗിച്ചു. ട്രംപ് പറഞ്ഞ് ജനുവരി 6 അധികാരത്തിൽ കയറും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് Day 1 മുതൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ഡിപ്പോർട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ലീഗൽ മൈഗ്രേഷൻ അമേരിക്കയുടെ ഭാഗമായി മാറിയിരിക്കുന്നത്? നമ്മളത് ചിന്തിക്കാൻ പോകുന്നത്. അമേരിക്കയിൽ ഇലീഗൽ മൈഗ്രേഷൻ രണ്ട് തരത്തിൽ സാധിക്കുന്നുണ്ട്. ഒന്ന്, ബോർഡർ ക്രോസ് ചെയ്ത് വരാം, കാനഡ അല്ലെങ്കിൽ മെക്സിക്കോ ബോർഡർ. രണ്ടാമെന്ന് പറയുന്നത് നമ്മുടെ B1 B2 വിസയിൽ വന്നിട്ട് അമേരിക്കയിൽ ഓവർസ്റ്റേ ചെയ്ത് അങ്ങനെ അവർ വിസ എക്സ്പയർ ആയി അങ്ങനെ ഇവിടെ ഇല്ലീഗൽ മൈഗ്രൻസ് ആക്കി നിന്ന് പോകുന്നു. പല കാരണങ്ങളാണ് ഈ ഇലീഗൽ ഇമിഗ്രേഷൻ്റെ അല്ലെങ്കിൽ പുറകിൽ കാണുന്നത്. ബേസിക് എന്ന് പറയുന്നത് ജോലി, ഇക്കോണമിക് ഓപ്പർച്യൂണിറ്റി. കാരണം അവർ വരുന്ന രാജ്യത്ത് നിന്ന് അവർക്ക് ഇവിടെ വന്നാൽ മെച്ചപ്പെട്ട ജോലി സൗകര്യങ്ങൾ കിട്ടും. രണ്ടാമെന്ന് പറയുന്നത് ഫാമിലിയുമായി റീയൂണിഫിക്കേഷൻ. അതായത് ഭർത്താവ് ആദ്യം അമേരിക്കയിലേക്ക് എങ്ങനെയോ വന്നു, അതായത് ഒരു പക്ഷേ ബോർഡർ ക്രോസ് ചെയ്തോ എങ്ങനെയോ വന്നു, ഇനി ഭാര്യയും കുട്ടികളും കൂടി ദേ കമ്മിങ് ടു ബി വിത്ത് ഹിം. ഓക്കെ, അതും കാണുന്നുണ്ട്. മൂന്നാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഹെയ്ത്തി പോലുള്ള രാജ്യങ്ങൾ, അതായത് ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് ഒരു പക്ഷേ അവരിവിടെ വന്നിട്ട് ദേ ഫ്ലീ ഫ്രം ദ കൺട്രി. ഓക്കെ, അവരുടെ അസൈലം സീക്കേഴ്സൊക്കെ ആക്കി ഇവരെ പരിഗണിക്കും. ഇതൊക്കെയാണ് കോമൺലി കാണുന്ന ഒരു രീതികളും. ഇപ്പോൾ നമ്മൾ ഈ ഇലീഗൽ ഇമിഗ്രേഷൻ മൈഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുമായിരിക്കും ഇവർ ഈ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി അവരിങ്ങനെ പോലീസ് വരാതെ ഒളിച്ചും പാത്തൊക്കെ ആയിരിക്കും നടക്കുന്നതെന്ന്. അത്തരത്തിലൊന്നുമല്ല. എൻ്റെ ഒരു അനുഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ദേ ബ്ലെൻഡ് വിത്ത് ദ കമ്മ്യൂണിറ്റി. അവർ സാധാരണ കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുന്നു. പക്ഷേ അവരുടെ കമ്മ്യൂണിറ്റി കൂടിയായിരിക്കും എപ്പോഴും. എന്ന് പറഞ്ഞാൽ 78% ഇലീഗൽ ഇമിഗ്രൻസ് സ്പാനിഷുകാരാണ്. അതായത് ഹിസ്പാനിക് ഒറിജിൻ. ഗോട്ടമാല, മെക്സിക്കോ, നിക്കാഗുര, കോസ്റ്ററിക്ക, പിന്നെ പെറു, ബ്രസീൽ, ഇവിടെ നിന്നൊക്കെയാണ് ഇവർ വരുന്നത്. അപ്പോൾ അവരവരുടെ കമ്മ്യൂണിറ്റിയുമായാണ് എപ്പോഴും മിങ്കിൾ ജീവിക്കുന്നത്. ബാക്കിയുള്ളതാണ് ഈ പറയുന്ന ഏഷ്യയെന്നും പിന്നെ യൂറോപ്പിൻ്റെ അല്പം പോളണ്ട്, ഉക്രൈൻ, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഇതുപോലെ ഇലീഗൽ ഇമിഗ്രൻസായി വന്നു ചേരുന്നുണ്ട്. ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഹിസ്പാനിക് കമ്മ്യൂണിറ്റി മോസ്റ്റ്ലി ഇൻവോൾവ് ഇൻ ലേബർ ജോബ്സ്. അതായത് വീട് വെക്കുക, മരം വെട്ടുക, പാലം പണി, റോഡ് പണി, പിന്നെ പ്ലംബിങ്, ഇലക്ട്രീഷ്യൻ, ഈ വക ജോലികൾ അവർ വളരെ നല്ല കഴിവുള്ളവരാണ്. തീർച്ചയായിട്ടും നല്ല ശമ്പളമുള്ള ജോലിയാണത്. പിന്നെ ഇന്ത്യക്കാർ കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ കടകൾ, പെട്രോൾ പമ്പുകൾ, ചെറിയ ഹോട്ടലുകൾ, ഇവിടെയൊക്കെ ഒരു ജോലി ചെയ്ത് അവരങ്ങനെ മുന്നോട്ട് പോകും. ഈ ഫിലിപ്പിനോസ് വന്നു കഴിഞ്ഞാൽ അവർ കെയർ ഹോമുകൾ, അവർ ഈ നഴ്സിംഗ് മേഖലയിൽ കുറച്ച് പ്രാമുഖ്യമുള്ളവരാണ്. അവരവിടെയായിരിക്കും അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ മിഡിൽ ഈസ്റ്റ് നിന്ന് വരുന്ന, അതായത് സിറിയ, യമൻ, ഇവിടെ നിന്ന് വരുന്ന ഇലീഗൽസ് കൂടുതൽ അവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾ, പിന്നെ ഈ പിസ്സ മേക്കിംഗ്, ഇതൊക്കെയാണ് അവരുടെ ഒരു രീതിയും. അങ്ങനെയാണ് പൊതുവരുടെ ഒരു രീതികൾ. ഇതൊക്കെ എന്ന് പറയുന്നത് ഈ ജോലി എന്ന് പറയുന്ന അസംഘടിതമായിട്ടുള്ള ജോലിയാണ് അതെല്ലാം. അതായത് ബ്ലൂ കോളർ അമേരിക്കൻസ് ഒരിക്കലും ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ജോലികളാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി കിട്ടുന്നത്. ഇനി എൻ്റെ ഒരു റീറ്റെയിൽ എക്സ്പീരിയൻസിൽ ഞാനെപ്പോഴും ഇവരെ കാണുന്നതാണ്. ഇവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറഞ്ഞത് ഇവർ ഇലീഗലാന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഉണ്ടാവില്ല. ഇവർ ക്യാഷിലായിരിക്കും നമുക്കെപ്പോഴും കൈമാറ്റം. രണ്ടാമത് വരുന്ന ID ഉണ്ടാവില്ല ഇവരിൽ ഒരിക്കലും. ഒരു നമ്മൾ ID ചിലപ്പോൾ സിഗരറ്റോ അല്ലെങ്കിൽ മദ്യമോ വിൽക്കുമ്പോൾ ID നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇവർ ID കാണിക്കുന്നവർ ഇവരുടെ രാജ്യത്തെ എന്തെങ്കിലും ID ആയിരിക്കും. ഒരു പക്ഷേ പാസ്പോർട്ടോ അല്ലെങ്കിൽ ലോക്കൽ ഡ്രൈവിംഗ് ലൈസൻസോ ആയിരിക്കും. അമേരിക്കൻ ID ആയിരിക്കില്ല. മൂന്നാമതെന്ന് പറയുന്നത് ഇവർ ഇംഗ്ലീഷ് സംസാരിക്കില്ല. കാരണം ഇവരെപ്പോഴും അവരുടെ കമ്മ്യൂണിറ്റി ആയിട്ടായിരിക്കും മിങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇംഗ്ലീഷ് പ്രാവീണ്യം വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ഇവർ പേപ്പറില്ല, ഇത് ഇല്ലീഗൽ. പിന്നെ അവർക്ക് വണ്ടി ഉണ്ടാവില്ല, അവർ കാർ ഓടിക്കില്ല, അവരും ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമുക്ക് നടന്നു വരിക എന്തൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊരു ഇല്ലീഗലാണെന്നുള്ളത്. ഇത് അമേരിക്കയുടെ ഒരു സിസ്റ്റമാണ്, ബ്ലണ്ടാണ് ഇവർ കംപ്ലീറ്റ്ലി. ഇതൊരു വലിയൊരു ഇഷ്യൂ ഒന്നും ആയിരുന്നില്ല ഒരിക്കലും. പക്ഷേ എപ്പോഴാണ് ഈ ഇഷ്യൂ ആയെന്ന് വെച്ചാൽ 4-5 വർഷമായി ക്രൈംസ് വളരെയധികം കൂടുകയാണ് ചില സിറ്റികളിൽ. ആൻഡ് സ്റ്റഡീസ് ഫൗണ്ട് ദാറ്റ് ഈ വക ഗ്രൂപ്പാണ് ഇതിന് പുറകിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ശതമാനം, അതായത് എന്താ പറയുന്നത് 90% ഇലീഗൽ ഇമിഗ്രൻസും അവർ ജോലി എടുക്കുന്നു, ദേ റൺ ദ ഫാമിലി, അവർക്ക് ഫാമിലി ഉണ്ട്, ദേ മുന്നോട്ട് പോകുന്നു. പക്ഷേ 1% ആളുകൾ ദേ ആർ ബിഹൈൻഡ് ദിസ് ഗ്യാങ് വാറുകൾ, അതോടൊപ്പം തന്നെ ദേ ലൂട്ടിങ്, അത് കാർ ജാക്കിങ്, വീട് കുത്തിപ്പൊളിച്ചകത്ത് കയറുക, കടകൾ കുത്തിപ്പൊളിക്കുക, ഇതൊക്കെ ഒരു തലവേദനയായിരിക്കുകയാണ് പോലീസിന് ഈ അടുത്ത കാലത്ത്. അപ്പോഴാണ് ഈ പറയുന്ന ഈ ഒരു വിഷയം, കാരണം ഈ ഒരു ഇലക്ഷനിൽ ഈ ക്രൈം വലിയൊരു വിഷയമായിരുന്നു, വർദ്ധിച്ചു വരുന്ന ക്രൈം. ഒരുപാട് റീറ്റെയിലേഴ്സ് അമേരിക്കയിൽ,
ഇപ്പോൾ ഷിക്കാഗോ പോലുള്ള ന്യൂയോർക്ക് പോലുള്ള സിറ്റികളിലൊക്കെ നമ്മളൊക്കെ വീഡിയോസ് കാണാറുണ്ട്. അവിടെ കടയിലൊക്കെ പരസ്യമായി വന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് വന്ന് ആ കട കാലിയാക്കുക. അങ്ങനെ റീറ്റെയിലേഴ്സ് ഒരുപാട് അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഫിസിക്കൽ സ്റ്റോറിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുക. ദേ ഗെറ്റിംഗ് ഇൻ ടു ഓൺലൈൻ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ജോലി നഷ്ടപ്പെടുന്നു. ഓക്കെ, ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അവിടെ. അപ്പം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ ബെനിഫിറ്റ് ഗോസ് ടു ഒരു പൂൾ ഓഫ് ലേബർ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ചീപ്പ് ലേബറിനെ കിട്ടുന്നതായിരിക്കും നമുക്ക്. ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ കാറ് ചില സമയത്ത് നന്നാക്കാനായിട്ട് ഒരു പക്ഷേ ഇവരുടെ സേവനം നമ്മൾ ചോദിക്കാറുണ്ട്. വളരെ ചീപ്പാണ്, എന്തെങ്കിലും കൊടുത്താൽ മതി അവർക്ക്, അവരത് ചെയ്ത് വെച്ചോളും. അപ്പോൾ എപ്പോഴും ഈ പറയുന്ന ഫാമിംഗ് മേഖലകൾ, പിന്നെ അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഹോട്ടലുകൾ, ഇവിടേക്ക് ഇവരുടെ സേവനം വളരെ ഒരു അപേക്ഷിതമാണ് ഇവിടെ. പിന്നെ അവർ ഇക്കോണമിക്ക് GDPക്ക് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലീഗൽ മൈഗ്രേഷൻ. കാരണം ഇവർ സ്പെൻഡ് ചെയ്യും നല്ലപോലെ. അവർ ഒരു ഹിസ്പാനിക് എന്ന് പറയുന്ന വ്യക്തി ഒരു ഏകദേശം ഒരു ദിവസം ഒരു $50 മിനിമം അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നൊരു ഒരു പ്രകൃതിക്കാരാണ്. കാരണം ഒരു $15 ഒരു സിഗരറ്റ്, ഒരു പൈൻറ്റ് വാങ്ങണമെങ്കിൽ ഏകദേശം ഒരു $10, 25. പിന്നെ ഭക്ഷണം, അവരൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ഒരു $50 അവർ ഇക്കോണമിയിലേക്ക് ഇടുകയാണ്. അത് GDPനൊക്കെ വളരെയധികം ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതായത് നമ്മുടെ ഈ ചെറിയ ചെറിയ കടകൾ, അവരെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ വളരെ അത്യാവശ്യമാണ്. കാരണം ഇവർക്ക് വണ്ടി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവർ മോളുകളിലോ അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലോ പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർ അടുത്തുള്ള ചെറിയ ചെറിയ കടകളിലൊക്കെ പോയിട്ടായിരിക്കും അവരുടെ ഷോപ്പിംഗ് ഒക്കെ. അപ്പോൾ ആ ചെറിയ ഇക്കോണമിയുടെ ഒരു ബിൽഡപ്പിനും ആ ഒരു ഇക്കോണമി നടന്നു പോകാൻ വേണ്ടിയും ഇവരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫാമിംഗ് മേഖലകളിലും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇക്കോണമിനെ ബിൽഡ് ചെയ്യാനുമാണ് ഇവരുടെ സഹായം. നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു സെർട്ടൻ പൂൾസ് ഇങ്ങനെ ഒരു ടാലൻറ്റ് വരുമ്പോൾ ഒരു ജോബ് ഷോർട്ടേജ് ഉണ്ടാകും ഈ അമേരിക്കൻസിന്. അതാണ് ഏറ്റവും വലിയൊരു പറയുന്നത്, അമേരിക്കൻസിൻ്റെ ബ്രിങ് ബാക്ക് അമേരിക്കൻ ജോബ്സ് എന്നൊക്കെ പറഞ്ഞ് അമേരിക്കൻ ജോബ്സ് കൂടുതൽ ക്രിയേറ്റ് ഇവർ പോകുമ്പോൾ ഒരു വാക്യൂം വരും. അങ്ങനെ ഈ സ്കിൽഡ് മേഖല, അതായത് ഈ പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ മേഖലകളിൽ ഇവരെ ആളുകൾ വിളിക്കുന്ന ഒരു പ്രവണതയുണ്ട്. കാരണം ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസ്, അമേരിക്കൻസൊക്കെ ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യൻസും ലൈസൻസ്ഡ് പ്ലംബേഴ്സൊക്കെയാണ് വൈറ്റ് ആളുകൾ. അവരുടെ ജോലിക്ക് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട്. കാരണം ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസും പ്ലംബേഴ്സും വരുന്നുണ്ട്. അത് ഒരു പക്ഷേ അവർക്ക് വീണ്ടും ജോലി തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അവസരം എന്ന് പറയുന്നത് ഹൗസിംഗ് അഫോർഡബിലിറ്റി. കാരണം വലിയൊരു പ്രശ്നമാണ് ഇവിടെ റെൻറ്റ് ഭയങ്കരമായിട്ട് ഹാക്ക് ചെയ്തു, ഒരുപാട് റൈസിനായി. അതുകൊണ്ട് ഇൻഫ്ലേഷൻ കൂടി. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പൂൾ ഓഫ് ആളുകൾ അമേരിക്കയിൽ നിന്ന് പൂളിൽ പോവുകയാണെങ്കിൽ അത് ഹൗസിങ്ങിനെ കുറച്ചും കൂടി അഫോർഡബിലിറ്റി ആക്കും, റെൻറ്റ് താഴെ വരും, അങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ക്രൈം, ഓഫ് കോഴ്സ് ക്രൈമാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. അതായത് ഇവരെ പോലീസുകൾ ഇങ്ങനെ നേരെ ചെന്ന് പിടിക്കുകയല്ല, ഒരു പക്ഷേ ഇവരെ ക്രൈമിലേക്ക് ഇൻവോൾവ് ആകുമ്പോഴായിരിക്കും പോലീസ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെക്ക് ചെയ്ത് പേപ്പറൊക്കെ നോക്കി ഇത് ഇല്ലീഗലാണെന്ന് മനസ്സിലാക്കി പിന്നെ പ്രോസിക്യൂഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ. ഇനി ട്രംപ് ചെയ്യൂല എന്നാണ് ഏറ്റവും വലിയ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വലിയൊരു സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ് ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല. കാരണം ഈ മാർക്കറ്റിൽ നിന്ന് പെട്ടെന്ന് 1 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ വർക്ക് ഫോഴ്സിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. കാരണം ഓൺ ഗോയിങ് ബിസിനസ്സാണ്. അതായത് ഫാക്ടറികൾ, ഞാൻ പറഞ്ഞില്ലേ, ലേബർ ജോബുകൾക്ക് ആളുകൾ വേണം. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം കൊണ്ട് ട്രംപ് ഡേ 1 മുതൽ ഒരു വാൻ എടുത്ത് വന്ന് 10 പേര് എടുത്തുകൊണ്ട് പോകുമായിരിക്കില്ല. ഹി മൈറ്റ് ബി ടാർഗറ്റിംഗ് പീപ്പിൾ ഹു ആർ ഇൻവോൾവ് ഇൻ ക്രൈംസ്. ഓക്കെ, ഒരു കാർ ജാക്കിങ്ങോ അല്ലെങ്കിൽ ഒരു കട കുത്തിപ്പൊളിക്കുമ്പോൾ നിന്നെ പിടിച്ചു കഴിഞ്ഞാൽ ദെൻ ദേ വിൽ ഡിപ്പോർട്ട് യു. അതായിരിക്കും അവരുടെ ഇനീഷ്യലി ഒരു നയം ഒരു പക്ഷേ. അതല്ലാതെ ഫാമിലിയുമായി താമസിക്കുന്ന ഒരു വ്യക്തിനെ നേരെ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് ആയിരിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാം. എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.